നീ കണ്ണടച്ച നിനക്ക് മാത്രം ഇരുട്ടാണെന്ന് തോന്നൂ, മറ്റുള്ളവർക്ക് തോന്നില്ല. നീ തന്നെ അത് ചെയ്തത്. ഇല്ല അമ്മായി, ഞാൻ പറഞ്ഞ സത്യ. എന്ത് സത്യം? ശ്രേയ മോൾ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയില്ലേ, അതാണ് സത്യം. എടാ അരവിന്ദേ, നിനക്ക് നിന്റെ ജീവിതം തുടങ്ങാൻ പറ്റാത്തതിന് കാരണം ദേ ഇവളാ. അമ്മേ മതി. ശ്രേയ അവളുടെ ഫോൺ ചാരുവിന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചതാ. അവള് പറയുന്നത് കേട്ട് ചാരുവിനെ കുറ്റപ്പെടുന്നത് ശരിയല്ല. ശരിയും തെറ്റും എന്താണെന്ന് എനിക്കറിയാം. ഇവളെ കല്യാണം കഴിക്കാതെ അരവിന്ദ് മാറി നിന്നതിന്റെ പകയാണ് ഇവൾക്ക്. എന്റെ മോനെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നടക്കുക ഇവള്. ആകാശേ, നിന്റെ കൂടെപ്പിറപ്പില്ലേ അരവിന്ദ്? അതുപോലും നോക്കാതെ ഇവളുടെ കൂടെ ചേർന്ന് നീയും പകപോക്കുകയാണ്. അമ്മായി, ഏതാണ് സത്യം ഏതാണ് നുണയെന്ന് മനസ്സിലാക്കാതെ അക്കുച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ലോകത്തില് ഒരമ്മയും ചെയ്യാത്ത കാര്യം അത്. ലോകത്ത് നിന്റെ ഭർത്താവിനെ പോലെ ഒരു മകനും ഇതുപോലെ ചെയ്യില്ല. നീ ഇവന് സപ്പോർട്ടുമായിട്ട് വരണ്ട. രണ്ടുപേരും കൂടി എന്റെ മകന്റെ ജീവിതം ഇല്ലാതാക്കിയില്ലേ. സന്തോഷമായി കാണും രണ്ടുപേർക്കും. നീ ആഗ്രഹിച്ചതുപോലെ ഇവനെ ഉപേക്ഷിച്ച് പൊന്നു ഈ വീട് വിട്ടു പോയി. ഇതിനു വേണ്ടിയല്ലേ നീ കാത്തിരുന്നത്? ഇനി നിനക്ക് എന്താ വേണ്ടത്? പാവം ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ നിന്റെ മനസ്സിലെന്താ കുളിര് കോരിയോ? സന്തോഷിക്കാൻ ആര്? ചാരുമോളോ? മറ്റുള്ളവരുടെ വിഷമം കണ്ട അവർക്ക് എങ്ങനെ സന്തോഷവും സമാധാനം കൊടുക്കാന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുന്നവളാ എന്റെ ചാരുമോളും. ഓ, അരവിന്ദനും ഭാര്യയ്ക്കും നല്ലത് വരാനേ ഇവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. മോളെ, ഞാൻ പറഞ്ഞതല്ലേ ഇവരെങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ എന്ന്. നിങ്ങൾ ഒന്നിലും ഇടപെടണ്ടെന്ന്. അപ്പൊ അരവിന്ദേട്ടൻ പാവമാണ്. ശ്രേയ അരവിന്ദേട്ടന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കില്ല, ഞങ്ങൾ അവരെ ചേർത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾ പോയത്. നിന്റെ മനസ്സെന്താണെന്നോ മനസ്സിലിരിപ്പെന്താണെന്നോ അറിയാതെ കല്ലും നഖവും വെച്ച് കീറി മുറിക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ സഹിച്ചു നിൽക്കേണ്ട ആവശ്യം നിനക്കുണ്ടോ? നിന്റെ തലയിലെഴുത്താണോ ഇത്? തെറ്റ് ചെയ്ത ഇങ്ങനെയൊക്കെ ആയിരിക്കും അനുഭവിക്കുന്നത്, അല്ലാതെ വിളിച്ചിരുത്തി അവന് നിൽക്കണ്ട. അമ്മായി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ പാവം ചമഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാം, അവര് വിശ്വസിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. ഏമേ, നിന്റെ മനസ്സിലുള്ള പോലത്തെ ദുഷിച്ച ചിന്തകള് ചാരുമോൾക്കുണ്ടാവില്ല. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. അതെ, ചതി നടന്നിട്ടുണ്ട്. ആ ചതിക്ക് പിന്നിൽ നിങ്ങളുടെ പെങ്ങടെ മോളാ. അല്ലെങ്കിൽ അവര് പോയ സ്ഥലത്തേക്ക് ഇവരെന്തിനാ പോയത്? ഇവർക്ക് പോവാൻ വേറെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അവര് പോയ സ്ഥലത്ത് പൊയ്ക്കോട്ടെ, അത് ഇവരുടെ ഇഷ്ടമാണ്. പക്ഷേ അരവിന്ദും പൊന്നും മുറിയെടുത്ത അതേ റിസോർട്ടില് എന്തിനിവര് മുറിയെടുത്തു? അവിടെ എന്താ വേറെ റിസോർട്ടും ഹോട്ടൽസും ഒന്നും ഇല്ലായിരുന്നു? ശ്രേയ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവള് മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അമ്മായി, അരവിന്ദേട്ടനെയും ശ്രേയെ ഒന്നിപ്പിച്ച് ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയത്. നാണമില്ലേടി നിനക്ക് വീണ്ടും വീണ്ടും നുണ പറഞ്ഞോണ്ടിരിക്കാൻ? എല്ലാവരും കൂടി ഒരേ നുണ പറഞ്ഞോണ്ടിരുന്നാ അത് സത്യമാണെന്നുണ്ടോ? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിനെ പോലും പെറ്റി വളർത്താൻ കഴിയാത്തവളാ ഇവരെ ഒരുമിപ്പിക്കാൻ പോകുന്നത്. വലിയൊരു ത്യാഗി വന്നിരിക്കുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിലേ യോഗവും ഭാഗ്യവും ഒക്കെ വേണം. നിനക്കതില്ലടി.